അയോധ്യയിൽ രാമക്ഷേത്രം പണിയുക ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പത്രികയിലെ ഒരു വലിയ കാര്യം അതാണ്. ഇപ്രാവശ്യവും അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഹൻ ഭഗവത് കടുത്ത ഒരു നിർദ്ദേശം ബി.ജെ.പിക്ക് നൽകി, അല്ലെങ്കിൽ സർക്കാരിന് നൽകി. വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ നോക്കിക്കാണുകയാണ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്ന് മോഹൻ ഭഗവത് പറയുന്നു. ഇത് ഏറ്റുപിടിച്ച രീതിയിൽ തന്നെയാണ് യോഗി ആദിത്യനാഥിൻ്റെയും പ്രവർത്തനം. യോഗി ആദിത്യനാഥ് യു.പിയിൽ അയോധ്യയിൽ പോകുന്നു. അയോധ്യയിൽ പോയിട്ട് ശ്രീരാമൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു. അതിനുശേഷം അവിടെ കൂടിയിരിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക്, അതുപോലെയുള്ള സംഘപരിവാറിൻ്റെ പ്രവർത്തകർക്കൊക്കെ വലിയ ഒരു വാഗ്ദാനം നൽകുന്നു. മോദി സർക്കാർ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനം യോഗി ആദിത്യനാഥ് നൽകുന്നു. യോഗി ആദിത്യനാഥിൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് അയോധ്യയിൽ രാമക്ഷേത്രം എന്നുള്ളത്. കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് ആയുധമാക്കി ഉപയോഗിച്ചത് അയോധ്യയിലെ തർക്കഭൂമിയെ തന്നെയാണ്. അവിടെ രാമക്ഷേത്രം പണിയുമെന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. യോഗി ആദിത്യനാഥ് അടങ്ങുന്ന നേതാക്കന്മാർക്ക് കടുത്ത സമ്മർദ്ദം നൽകുകയാണ് മോഹൻ ഭഗവത്. മോഹൻ ഭഗവത് പറയുന്നു, ഒരു കാരണവശാലും അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പിന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറല്ല. അതിന് പരിപൂർണ പിന്തുണ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് വേണമെന്ന് മോഹൻ ഭഗവത് പരസ്യമായി വന്ന് പറയുന്നു. പിന്തുണ നൽകാൻ ശിവസേനയും എത്തുന്നു. ശിവസേന നൽകുന്നു അയോധ്യയിൽ രാമക്ഷേത്ര ഭൂമി തന്നെയാണ് ആവശ്യമെന്ന്, രാമക്ഷേത്രം തന്നെയാണ് ആവശ്യമെന്ന് ശിവസേന പറയുന്നു. അങ്ങനെ നിർണായക ഇടപെടൽ അയോധ്യയിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ബി.ജെ.പിയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും. അങ്ങനെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ അത് വലിയ ഒരു വിപത്തിനെയാണ് നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നുള്ളത്. കാരണം എന്തും സംഭവിക്കാം. ചിലപ്പോൾ കലാപം അഴിച്ചു വിട്ടേക്കാം. മുസ്ലിങ്ങളും ഹിന്ദുക്കളും പരസ്പരം തമ്മിൽ തല്ലി മരിച്ചേക്കാം. അതിനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാക്കിയെടുത്തേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ തന്നെ നൽകേണ്ടതുണ്ട്. കാരണം തർക്കഭൂമിയിൽ രാമക്ഷേത്രം പണിയാമെന്ന് പറയുന്നത് തന്നെ സുപ്രീം കോടതിയുടെ നിലവിലെ തീരുമാനത്തിനെ ലംഘിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന RSSന്റെ മേധാവികൾക്കെതിരെയും ബി.ജെ.പിയുടെ നേതൃത്വത്തിനെതിരെയും ശക്തമായിട്ടുള്ള ഒരു താക്കീത് നൽകാൻ സുപ്രീം കോടതി തയ്യാറാവണം. കാരണം സുപ്രീം കോടതി ഈ വിഷയം പരിഗണനയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ആ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾക്ക് എതിരെയുള്ള ഒരു മുന്നറിയിപ്പുകളും വാഗ്ദാനങ്ങളും നൽകുന്ന ഇവർക്കെതിരെ ഒരു താക്കീത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. കാരണം അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് മുന്നോട്ട് പോകും. കാരണം നമ്മൾ കണ്ടതാണ്, അയോധ്യയിലേക്ക് ശിവസേനയുടെ ഒരു വിഭാഗം വരുന്നു. ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ അയോധ്യയുടെ പരിസര പ്രദേശങ്ങളിൽ തമ്പടിച്ചു നിൽക്കുന്നു. ആ തമ്പടിച്ചു നിൽക്കുന്നത് വലിയ വിവാദമായ പ്രശ്നമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് സംഭവിച്ച കാര്യങ്ങളാണ്. ആ സമയത്ത് അയോധ്യയിൽ നിന്നും മുസ്ലിം കുടുംബങ്ങൾ കൂട്ടപലായനം ചെയ്യാൻ വേണ്ടി വരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരം കയ്യിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തും സംഭവിക്കാമെന്നുള്ള ഒരു വലിയ ആശങ്ക അവിടെ മുന്നിൽ നിൽക്കുമ്പോൾ യോഗിയും അതുപോലെ തന്നെ മോഹൻ ഭഗവതും രണ്ടും കൽപ്പിച്ച് അയോധ്യയിൽ അവരുടെ കളി നടത്താൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ എന്തും സംഭവിക്കാം. ആ സംഭവത്തിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടത് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമാണ്. ആ നീതിപീഠം കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നൽകിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയകളൊക്കെ തകർന്ന് ഇല്ലാതാവുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.